ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജൂലൈ 5 ബഷീർ ദിനമാണല്ലോ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളുമായാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ബേപ്പൂർ സുൽത്താൻ. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി യാ ഇലാഹി. ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ബഷീറിൻ്റെ എടിയെ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം പത്മശ്രീ. ബഷീറിൻ്റെതായിട്ടുള്ള ചോദ്യോത്തരങ്ങൾ, കത്തുകൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന പുസ്തകം നേരും നുണയും. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ഏത്? 1908. ഒന്നും ഒന്നും ചേർന്നാൽ എത്ര എന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഇമ്മിണി ബല്യ 1. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി തുടങ്ങിയ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ്? ആനവാരിയും പൊൻകുരിശും. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ബാല്യകാലസഖി. ബഷീറിൻ്റെ ഏക നാടകം ഏത്? കഥാബീജം. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് കൃതിയിലുള്ളതാണ്? ആനവാരിയും പൊൻകുരിശും. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? സോജ രാജകുമാരി. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏത്? പാത്തുമ്മയുടെ ആട്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏത്? ഉജ്ജീവനം. ബഷീറിനെ കുറിച്ച് എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ്? ONV കുറുപ്പ്. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്നു. ഏതു മരമാണ്? മാംഗോസ്റ്റീൻ. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.